വെൽക്കം ബാക്ക് ടു മോംസ് വണ്ടർ വേൾഡ്. സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമിൽ ഒരു ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് ഇടുന്നത് നല്ല ഇഷ്ടമാണ്, പക്ഷേ മോയ്സ്ചറൈസർ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണിച്ചത് കേട്ടോ. ഇവൾക്ക് ആക്ച്വലി പ്രോഗ്രാം ഒന്നുമില്ല, പക്ഷേ ആൾക്ക് ഇതുപോലെ മേക്കപ്പ് ഒക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിമാർക്ക് ചെയ്ത സ്റ്റെപ്സ് എല്ലാം അതുപോലെ ഫോളോ ചെയ്യണം. ഞാനതുകൊണ്ട് ചെറിയ രീതിയിൽ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് കാട്ടിക്കൂട്ടുകയാണ്. മേക്കപ്പിനെ കുറിച്ച് അങ്ങനെ വലിയ ഐഡിയ ഒന്നും എനിക്കില്ല, പക്ഷേ ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സെബാമെഡിൻ്റെ ലിപ് ബാമുമാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അമ്മ എന്ത് വേണമെങ്കിലും ഇട്ടോ, പക്ഷെ എന്നെ സുന്ദരിയാക്കിയാൽ മതി എന്നുള്ള മട്ടിലാണ് ആളിൻ്റെ ഇരിപ്പ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 ആണെങ്കിലും ഇവരുടെ റിപ്പോർട്ടിംഗ് ടൈം ഒരു 4:30 ആയിരുന്നു പറഞ്ഞിരുന്നത്.
പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഒരു 4:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റൊക്കെ 5-10 മിനിറ്റ് മാക്സിമം എടുക്കത്തുള്ളൂ. ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ 5 മിനിറ്റ് മതി. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നിന്നത്. അപ്പം നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്. പ്രോഗ്രാം നടക്കുന്നത് ഇവരുടെ മെയിൻ സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇവരുടെ സ്കൂൾ ഇതല്ല. ഇവിടെ +2 വരയ്ക്കുള്ള കുട്ടികൾ പഠിക്കുന്നതാണ്. ആനുവൽ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മെയിൻ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഈ സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാറാണ് പതിവ്. പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുന്ന ഗ്യാപ്പിൽ നമ്മളിവിടെ ഇങ്ങനെ പല പല കോലങ്ങൾ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ കഥാനായകൻ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവരെ ടീച്ചർ അടുത്താക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിൽ വേണമെങ്കിൽ പോവാം. പക്ഷേ പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഹാളിൽ സീറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ പോകണ്ടെന്ന് തീരുമാനിച്ചു. അതിനിടയ്ക്ക് ചെറിയൊരു പണി കിട്ടി. ഇവർക്ക് റെഡ് ഹെയർ ബാൻഡ് വേണമായിരുന്നു. അപ്പോൾ നമ്മളത് കരുതിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ 1-2 ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി എന്തായാലും കിട്ടി. അപ്പോൾ അതൊക്കെ വാങ്ങി അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ സ്റ്റേജിൽ നേരത്തെ വന്ന് കയറി ഇരുന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ താഴെയായിരുന്നു ഇരുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് ആളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുകളിൽ വന്നിട്ട് ബാൽക്കണിയിലിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3rd റോ കിട്ടി. അങ്ങനെ അവിടെയാണ് ഇരിക്കുന്നത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് നാഷണൽ ആന്തം ഉണ്ടായിരുന്നു. ഒമാൻ്റെതാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ ഇന്ത്യയുടേതും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ബാക്കി പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാം ഇനോഗ്രേഷനും നടന്നു. അതിനുശേഷം പ്രോഗ്രാംസ് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആൾ ഉറങ്ങിത്തുടങ്ങി. ആൾക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഉറങ്ങിപ്പോയി. പിന്നെ ടീച്ചേഴ്സിന് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ ടീച്ചർ മോളുടെ മിഷ്ടിയുടെ KG 2 ടീച്ചറായിരുന്നു, പ്രേമ മദൻ മാം. മാമിനും അവാർഡ് കിട്ടി. ഈ ചെറിയ കുട്ടികളൊക്കെ ഓൺ സ്റ്റേജ് ഇത്ര കൃത്യമായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന കാണുമ്പം നമ്മൾ ശരിക്കും അതിശയിച്ച് പോകും. ഇവരെങ്ങനെ ഇത്ര കൃത്യമായിട്ടത് ചെയ്യുന്നു എന്ന്. അത് ശരിക്കും ഇവരുടെ പിന്നാലെയുള്ള ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ അതിൻ്റെ കാരണം. അവരുടെ പ്രോഗ്രാം എത്രാമത്തതാണെന്ന് നമുക്ക് ശരിക്കും ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോന്ന് വരുമ്പോഴും ഇപ്പോൾ അവർ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പണ്ട് ദൂരദർശനകത്ത് എപ്പോഴും കേൾക്കാറുള്ളൊരു സോങ് ആയിരുന്നു മിലേ സുർ മേരാ തുമാര. ആ ഒരു സോങ് കുട്ടികൾ പല കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പല സ്റ്റേറ്റിൻ്റെതായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു പഞ്ചാബി ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ പ്രോഗ്രാംസൊക്കെ. ഇതൊരു ഇന്ത്യ ഒമാൻ ബന്ധം കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഇന്ത്യയുടെ കുറച്ച് ഡാൻസ് ഐറ്റംസും അതുപോലെ ഒമാനി ഡാൻസും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു.
ഓരോ പ്രോഗ്രാം വരുമ്പോഴും ഇപ്പോൾ അടുത്തത് അവരുടേതായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ ഏകദേശം ഉറപ്പായി ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പ്രോഗ്രാം ആയിരിക്കും അവരുടേതെന്ന്. അങ്ങനെ ലാസ്റ്റത്തെ പ്രോഗ്രാമിനായിട്ട് കുട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തി. അവർ 3rd റോയിലാണ് കേട്ടോ നിൽക്കുന്നത്. Leaders and change makers. Let us honor the past, celebrate the present and inspire the future as we are the dreamers. That was absolutely a treat for the eyes and the ears.